ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. ഗൗരഭാഗവതം നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇന്നു മുതൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളാണ് രാവിലെ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമുക്ക് ചർച്ച തുടരാം. ഇന്ന് രാവിലെ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്ന ശിക്ഷണങ്ങളാണ് പഠിച്ചത്. ഇനി സനാതൻ ഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭു എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് നോക്കാം. ചർച്ച തുടരുന്നതിന് മുമ്പായിട്ട് ഗുരു പ്രണാമ മന്ത്രങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദായ നഗരഗ്രാമതായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ. ശ്രീഭാഷബാലവീ ദേവീ ദയിതായ കൃപാബ്ധിയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധ സിദ്ധാന്തദന്തഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാം ഭൂതേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായിതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായിതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഭവതു സമം. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമദേർഹരിമത്സർവസ്വ ബാലാംബുജോ രാധാമദനമോഹന. ദിവ്യദ്വന്ദ്വാരണ്യേ കൽപ്പദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദ ദേവോ വൈഷ്ണവേ സേവ്യമാനോ സ്മരാമി. ശ്രീമദ്ദാസരസാരംഭി വംശീവടത്തരസ്ഥിതാകർഷൻ വേണുസ്വനേർ ഗോപിർഗോപിനാഥ ശ്രീസ്തനം തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തോ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे हरे राम 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 हरे. मुगं करोति वाचालं भङ्गं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यईश्वरं. हरि ओം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ഗൗരഭാഗവതത്തിന് ശേഷം
ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി സനാതൻ ഗോസ്വാമിക്ക് ഭഗവാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. സനാതൻ ഗോസ്വാമിയെയും രൂപഗോസ്വാമിയെ ഒരുമിച്ച് കാണുവാണ് ചൈതന്യ മഹാപ്രഭു. അത് ഭഗവാൻ സന്യാസം എടുത്തതിന് ശേഷം രാംകേലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും കാണുന്നത്. ആ സമയത്ത് സനാതൻ ഗോസ്വാമിയുടെ പേര് ദബീർ ഖാസ് എന്നും രൂപഗോസ്വാമിയുടെ പേര് സക്കാർ മല്ലിക്കും എന്നായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർ നവാബ് ഹുസൈൻ ഷായുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അവർ മതപരിവർത്തനം നടത്തിയിരുന്നു. അങ്ങനെ അവരുടെ പേര് അങ്ങനെയായിരുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരിക്കലും ഭക്തർക്ക് ആർക്കും സുരക്ഷിതരായിട്ട് ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ പുറമെ മതം മാറിയതായിട്ട് അവർ അഭിനയിച്ചെങ്കിലും അവർ ഭഗവാന്റെ നാമമായിരുന്നു ജപിച്ചുകൊണ്ടിരുന്നത്. അവർ നവാബ് ഹുസൈൻ ഷാന്റെ മന്ത്രിയായിട്ട്, കാരണം ഭക്തരെ സുരക്ഷിതരാക്കാൻ വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ അവർ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടതോടുകൂടി അവർക്ക് ഭഗവാന്റെ ഈ പ്രചരണത്തിൽ തന്നെ ഭാഗമാകണം എന്ന് തീരുമാനമെടുത്തു. അവർ ഒരു കൂട്ടം ബ്രാഹ്മണരെ കൊണ്ട് ഒരു പ്രത്യേകതര ആചാരം ചെയ്യാൻ, ഒരു ഹോമം ചെയ്യാനായിട്ട് ഏർപ്പെടുത്തി. കർമ്മബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറാനായിട്ട്. അതിൻ്റെ പുരശ്ചര്യ എന്ന് പറയുന്ന ഒരു കർമ്മമായിരുന്നു അത്. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവർ ചെയ്തുകൊണ്ടിരുന്നു. അതിൽ പിതൃക്കൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതും ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും അങ്ങനെയായിരുന്നു. എങ്ങനെയെങ്കിലും അവർ ഇതിൽ നിന്ന് മോചിതരാവാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ഹരിഭക്തി വിലാസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇനി രൂപഗോസ്വാമി സ്വയം ഈ ഒരു വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം, രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയുടെ ഇളയ സഹോദരനാണ്. അദ്ദേഹത്തെ ആർജിച്ച സമ്പത്ത്, സ്വർണ്ണ നാണയങ്ങളും വെള്ളി, ഇതെല്ലാം കൂടെ ഏകദേശം ഒരു വള്ളം നിറയത്തക്കവണ്ണം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 50% അദ്ദേഹം ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും ദാനമായിട്ട് നൽകി. എന്നിട്ട് 25% ബന്ധുക്കൾക്കും, പിന്നെ 25% അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അത്യാവശ്യ ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് ഇവിടെ ആചാര്യന്മാർ പറയുന്നത് ഗൃഹസ്ഥ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ലഭിക്കുന്ന ഭൗതിക സമ്പത്ത് പല പല കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പൊതുവെ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ 50% ഭഗവാന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഭക്തരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളത് ഡൊണേഷൻ കൊടുത്തുകൊണ്ട് മാത്രമായില്ല, അതിന് വേണ്ടി തന്നെയാണോ അത് ഉപയോഗിക്കപ്പെടുന്നതോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അന്നേരം അത്രത്തോളം വിശ്വാസമുള്ള ഭക്ത കൂട്ടായ്മയിൽ നമുക്കത് നൽകാവുന്നതാണ്. അതിൻ്റെ അർത്ഥം ഗോലോകൻ ട്രസ്റ്റിലേക്ക് തരണമെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കാര്യത്തിനു വേണ്ടി അത് കൊടുക്കാം. പക്ഷേ ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കുമായിട്ട് നൽകണമെന്നാണ് പൊതുവെ. അതിലൂടെ നമ്മുടെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ബാക്കി 50%, അതായത് നമുക്ക് എന്താണോ ലഭിക്കുന്നത്, ഒരു 100 രൂപ ലഭിക്കുകയാണെങ്കിൽ അതിൽ 50 ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ്. ഭഗവാനും ഭഗവാന്റെ ഭക്തരുടെ കാര്യത്തിന് വേണ്ടി. ബാക്കിയുള്ള 50-ൽ 25 നമുക്ക് വേണ്ടിയും 25 നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കൊടുക്കണം. അങ്ങനെയാണ് പൊതുവെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴിയാണെന്ന് ആചാര്യന്മാർ പറയുന്നു. എങ്ങനെയൊക്കെയോ രൂപഗോസ്വാമിക്ക് നവാബ് ഹുസൈൻ ഷായിൽ നിന്നും
രക്ഷപ്പെടാനുള്ള അവസരം കിട്ടി. പക്ഷെ സനാതൻ ഗോസ്വാമിക്ക് ആ ഒരു അവസരം കിട്ടിയില്ലായിരുന്നു. രൂപ ഗോസ്വാമി ഭഗവാനെ വൃന്ദാവനത്തിൽ വെച്ച് കാണാമെന്ന് തീരുമാനിച്ചു. സനാതൻ ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം 10-20 ബ്രാഹ്മണരെ ഏൽപ്പിച്ചു. സനാതൻ ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിനെ സഹായിക്കുന്ന ആൾക്കാരെ ഏൽപ്പിച്ചു. അതിനുശേഷം 10-20 പണ്ഡിതനായിട്ടുള്ള ബ്രാഹ്മണരെ ശ്രീമദ് ഭാഗവത പഠനത്തിൽ, അവരുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സനാതൻ ഗോസ്വാമി. സനാതൻ ഗോസ്വാമി നവാബ് ഹുസൈൻ ഷാ അടുത്ത് പറഞ്ഞു, എനിക്ക് തീരെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ആള് വീട്ടിൽ ഇരുന്ന് ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് രൂപ ഗോസ്വാമി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പക്ഷെ സനാതൻ ഗോസ്വാമി ഇതുവരെയും രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സനാതൻ ഗോസ്വാമി നല്ലൊരു അവസരം കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ സനാതൻ ഗോസ്വാമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞായിരുന്നു ഇരുന്നത്. പക്ഷെ വന്നു നോക്കിയപ്പോൾ എന്താ, ഇവിടെ ഭാഗവതം പഠിച്ചിരിക്കുകയായിരുന്നു. അവസാനം നവാബ് ഹുസൈൻ ഷാ നേരെ സനാതൻ ഗോസ്വാമിയുടെ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തി, നീ ഉത്തരവാദിത്തങ്ങൾ വീണ്ടും ഏറ്റെടുത്തില്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ സനാതൻ ഗോസ്വാമി പറഞ്ഞു, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിനി കർത്തവ്യങ്ങളിലോട്ട് കടക്കാൻ കഴിയില്ല, എനിക്ക് അതിൽ നിന്നും വലിയൊരു കർത്തവ്യം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സനാതൻ ഗോസ്വാമിയെ ബന്ദിയാക്കുകയാണ്. എന്നിട്ട് രൂപ ഗോസ്വാമി എങ്ങനെയോ സനാതൻ ഗോസ്വാമി അറിയിക്കുകയാണ്, രൂപ ഗോസ്വാമിയുടെ കുറച്ച് സമ്പത്ത് ഒരു ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, 10,000 സ്വർണ്ണ നാണയങ്ങൾ. അതിൽ നിന്നും അങ്ങ് ആ കാരാഗ്രഹത്തിൻ്റെ കാര്യം നോക്കുന്ന ആളിനെ അതിലെന്തെങ്കിലും ഒരു കൈക്കൂലി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സനാതൻ ഗോസ്വാമി 5,000 സ്വർണ്ണ നാണയങ്ങൾ കാവൽക്കാരന് കൊടുക്കുകയാണ്, ഭടന്, ആ കാരാഗ്രഹത്തിൻ്റെ കാര്യം നോക്കുന്ന ആൾക്ക്. അത് കൊടുത്തപ്പോൾ കാരാഗ്രഹത്തിൻ്റെ ആൾ വിസമ്മതിച്ചു. പക്ഷെ സനാതൻ ഗോസ്വാമി പറഞ്ഞു 10,000 സ്വർണ്ണ നാണയങ്ങൾ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് സനാതൻ ഗോസ്വാമി ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞു. അത് ഭടൻ, കാരാഗ്രഹത്തിൻ്റെ ആള് കേൾക്കുകയാണ്. അങ്ങനെ സനാതൻ ഗോസ്വാമി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമി എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ ഗോലോകത്തിൽ നിന്നും വരുന്ന ഭഗവാന്റെ മഞ്ജരികളാണ്. പക്ഷെ എന്നിട്ടും ഭഗവാന്റെ ലീലയിൽ സേവനത്തിൽ ഏർപ്പെടാനായിട്ട് എന്തുമാത്രം അവർ കഷ്ടപ്പെടേണ്ടി വന്നു. അന്നേരം എല്ലാം ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടി. രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമി ഈ ലോകത്തിൽ വന്നത് തന്നെ ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ടും അവർക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു. അന്നേരം ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥ ഉത്തരവാദിത്തത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഭഗവാന്റെ സേവനം ചെയ്യുക എന്നതാണ്. ജീവിതകാലം മുഴുവൻ നമ്മൾ നമ്മുടേതായിട്ടുള്ള സാങ്കല്പിക ഉത്തരവാദിത്തത്തിൽ പെട്ടുകിടക്കുകയാണ്. അന്നേരം സനാതൻ ഗോസ്വാമിയുടെയും രൂപ ഗോസ്വാമിയുടെയും ജീവിതം നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മളായിട്ട് ഒരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നന്നായി ശ്രമിക്കണം. അല്ലാതെ സ്വമേധയാ എല്ലാം ശരിയാവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്.
നമുക്കെല്ലാവർക്കും, ഭക്തിയിൽ പുരോഗമിക്കുന്ന എല്ലാവർക്കും, പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്. അങ്ങനെ സനാതൻ ഗോസ്വാമി രക്ഷപ്പെട്ടു. സനാതൻ ഗോസ്വാമിയുടെ ഒരു സേവനം ഉൾക്കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. അവസാനം ബീഹാറിലെ ഒരു സ്ഥലത്തേക്ക് എത്തി. അവിടെ താൽക്കാലികമായിട്ട് ഒരു അതിഥിഗൃഹത്തിൽ താമസിക്കുകയാണ്. പക്ഷെ ആ അതിഥിഗൃഹത്തിൻ്റെ ഒരു ഉടമസ്ഥൻ ഒരുപാട് പ്രത്യേക രീതിയിൽ സംസാരിക്കുകയാണ്. എന്തൊക്കെയോ സംശയമുണ്ടാക്കി സനാതൻ ഗോസ്വാമിയുടെ. അപ്പോൾ സനാതൻ ഗോസ്വാമി കൂട്ടത്തിലുള്ള സേവകനായ ഇഷാനോട് ചോദിച്ചു, നിന്റെ ഈ സമ്പത്ത് എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സേവകൻ പറഞ്ഞു, അങ്ങ് 10,000 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ പറഞ്ഞില്ല, അതിൽ നിന്ന് 7 എണ്ണം ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്നേരം സനാതൻ ഗോസ്വാമി പറഞ്ഞു, നീ നമ്മളെ എല്ലാവരും കൊല്ലിപ്പിക്കാനാണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് അവനങ്ങ് കൊടുത്തേരെന്ന് പറഞ്ഞു. അന്നേരം ഈ അതിഥിഗ്രഹത്തിലെ ആ മുതലാളിക്ക് മനസ്സിലായിരുന്നു ഇവരുടെ കയ്യിൽ എന്തോ ഒരു സമ്പത്തുണ്ട്. കാരണം പൊതുവെ ഒരു കള്ളന്മാർക്ക് പെട്ടെന്ന് അറിയാമല്ലോ സ്വർണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അന്നേരം ആള് പറഞ്ഞു, നിങ്ങൾ ഇത് തന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇരുന്നത് എന്ന് പറഞ്ഞു. സനാതൻ ഗോസ്വാമി അതിനു മുമ്പേ തന്നെ ആ 7 സ്വർണ്ണ നാണയം ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ നമുക്ക് അപ്പുറത്ത് മറികടക്കണം, അതിനെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴേക്കും ചൈതന്യ മഹാപ്രഭു ബനാറസിലേക്ക് എത്തി. സനാതൻ ഗോസ്വാമിക്ക് മനസ്സിലായി ചൈതന്യ മഹാപ്രഭു ചന്ദ്രശേഖർ ആചാര്യൻ്റെ അവിടെയാണ്. അങ്ങനെ വാരാണസിയിലേക്ക് എത്തുകയാണ് സനാതൻ ഗോസ്വാമി. ഇത് നമ്മൾ ഗൗരഭാഗത്തിൽ പഠിച്ചു അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സനാതൻ ഗോസ്വാമി ഭഗവാനെ കാണാൻ വരുന്നത്. ഭഗവാൻ അപ്പോൾ ആ വീട്ടിനുള്ളിലായിരുന്നു. അന്നേരം ചന്ദ്രശേഖർ ആചാര്യനടുത്ത് പറയും, പുറത്ത് ഏതോ ഒരു ഭക്തൻ കാത്തു നിൽക്കൊണ്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചന്ദ്രശേഖർ ആചാര്യൻ പുറത്തു നിന്ന് നോക്കിയിട്ട് ആരും ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഒരു മുസ്ലിം വേഷത്തിലായിരുന്നു സനാതൻ ഗോസ്വാമി ഇരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കമൻസിലിട്ടെ, എല്ലാവർക്കും അറിയാമോ? നമ്മൾ നേരത്തെ ഗൗരഭാഗവത്തിൽ നമ്മളത് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ചന്ദ്രശേഖർ ആചാര്യ പുറത്ത് നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, പുറത്ത് ഭക്തരാരും ഇല്ല, ഒരു പിച്ചക്കാരൻ മാത്രമേ ഉള്ളൂ, ഒരു മുസ്ലിം പിച്ചക്കാരനാണെന്ന്. അപ്പോൾ ഉടനെ ചൈതന്യ മഹാപ്രഭു ചിരിച്ചിട്ട് പറഞ്ഞു, അത് മുസ്ലിം പിച്ചക്കാരനൊന്നും അല്ല, വലിയൊരു ഭക്തനാണ്, അകത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അകത്ത് കൊണ്ടുവന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ സനാതൻ ഗോസ്വാമി പറഞ്ഞു, ഭഗവാൻ എന്നെ കെട്ടിപ്പിടിക്കുന്നത്, ഞാൻ അശുദ്ധനാണ്, നേരെ കുളിച്ചിട്ട് പോലും ഇല്ല, അഴുക്ക് പുരണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഭഗവാൻ പറയും, നിന്നെ തൊടുന്നതിലൂടെ ഞാൻ തന്നെ പരിശുദ്ധനാവുകയാണ്, നീ അത്രയ്ക്ക് നല്ല ഭക്തനാണ്, നിനക്ക് ഭഗവാന് നിന്നെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയുക. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ, നീ വലിയൊരു നരകത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് ചൈതന്യ മഹാപ്രഭു പറയുക. ഇത് നമുക്ക് എല്ലാവർക്കും പാഠമാണ്. അതായത് സ്വമേധയാ നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടണമെന്നും നിർബന്ധമില്ല. നമുക്ക് കിട്ടുന്ന അവസരം എങ്ങനെയായിരിക്കും? ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ നമുക്ക് ഭാഗ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരു പരമ്പരയുടെ കാരുണ്യം ലഭിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തലത്തിലേക്ക് നമ്മൾ എങ്ങനെ ഉയരണം എന്നത് നമ്മുടെ തീരുമാനമാണ്. ഗുരു നമുക്ക് നിർദ്ദേശങ്ങൾ നൽകും, നാമം ജപം തുടരണം. അതിനോടൊപ്പം ഭഗവാന് വേണ്ടി കൂടുതൽ സേവനങ്ങളിൽ നമ്മൾ എങ്ങനെ ഏർപ്പെടണം എന്നത് നമ്മുടെ തീരുമാനം. സ്വമേധയാ നമ്മൾ ആ തീരുമാനം ഏറ്റെടുക്കണം. അതിനനുസരിച്ചായിരിക്കും ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയുന്നത്. അല്ലാതെ സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം തന്നെയാണ് നമ്മൾ തുടരുന്നതെങ്കിൽ
നമ്മുടെ ജീവിതവും സാധാരണ വ്യക്തികളെ പോലെ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അസാധാരണത്വം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഗോലോകത്ത് എല്ലാവർക്കും പോകാൻ കഴിയുന്നു, പൂന്താനത്തിനെ പോലെയും കുറൂരമ്മയെ പോലെയുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തർ പോകുന്ന സ്ഥലമാണ് ഗോലോകം. അതായത് ഒരു സാധാരണ വ്യക്തികളാണോ അവരൊക്കെ? അല്ല. അതായത് ആ ഒരു ആഗ്രഹമാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ, നമ്മളൊരു സാധാരണ വ്യക്തികളെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അസാധാരണമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ അത്രത്തോളം ശ്രേഷ്ഠമായിരിക്കണം നമ്മുടെ ജീവിതം, അത്രത്തോളം ത്യാഗങ്ങൾ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൈതന്യ മഹാപ്രഭു ചന്ദ്രശേഖരനോട് പറഞ്ഞു സനാതനെ ഒരു ക്ഷൗരം ചെയ്യുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോകാനും, അങ്ങനെ പുതിയ വസ്ത്രം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മുടിയും താടിയെല്ലാം പഠിച്ച് തിലകമൊക്കെ അണിഞ്ഞ് സനാതൻ ഗോസ്വാമി ഭഗവാന്റെ ശിക്ഷണങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഗംഗാ തീരത്ത് വെച്ച് വീണ്ടും, നേരത്തെ രൂപ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്താണ് നമ്മൾ പഠിച്ചത്. ഇനി സനാതൻ ഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭു എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നു, ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിക്ക് 3 വിഷയങ്ങളെക്കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതെന്തൊക്കെയാണ്? ഭഗവാന്റെ അതീന്ദ്രിയ സ്വരൂപത്തെക്കുറിച്ച്, മാധുര്യ ഭക്തിയെക്കുറിച്ച്, രണ്ടാമത് ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ച്, ഐശ്വര്യത്തെക്കുറിച്ച്, പിന്നെ 3 ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനെ കുറിച്ച്, ഭക്തിയോടുകൂടി ഭഗവാന്റെ സേവനങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്ന്. ഈ 3 കാര്യങ്ങളാണ് ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമി പഠിപ്പിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ബൃഹത് ഭാഗവതാമൃതം പഠിച്ചു, ഗോപകുമാരന്റെ ഗോലോക യാത്ര. അത് എഴുതിയത് സനാതൻ ഗോസ്വാമിയാണ്. സനാതൻ ഗോസ്വാമി സനത് കുമാര ഋഷികളിൽ സനാതന ഋഷിയാണ്. അതുകൂടാതെ ഗോലോകത്തെ മഞ്ജരിയും കൂടെയാണ്. സനകാദി ഋഷികളിൽ സനാതന ഋഷി 4 കുമാരന്മാരിൽ ഒരാളാണ് സനാതൻ ഗോസ്വാമി. അതുകൂടാതെ 6 ഗോസ്വാമിയരിലെ ഏറ്റവും മൂത്ത ആളാണ്. ഗോലോകത്തെ മഞ്ജരിയും കൂടെയാണ്. അത്രയ്ക്ക് പ്രധാന സ്ഥാനം നിർവഹിക്കുന്നു സനാതൻ ഗോസ്വാമി. വൃന്ദാവനത്തിലെ മദൻ മോഹൻ ക്ഷേത്രം, അവിടുത്തെ മദൻ മോഹൻ വിഗ്രഹത്തെ കൊണ്ടുവന്നത് സനാതൻ ഗോസ്വാമി. നമുക്കായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ സനാതൻ ഗോസ്വാമി എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൃഹത് ഭാഗവതാമൃതം, പിന്നെ ഹരിഭക്തി വിലാസം, ഇതൊക്കെ അതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. സനാതൻ ഗോസ്വാമിയുടെയും രൂപ ഗോസ്വാമിയുടെയും ശിക്ഷണങ്ങൾ ജീവഗോസ്വാമിയുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ്. അതിലൂടെ ലഭിച്ച അറിവ് തന്നെയാണ് ശ്രീല പ്രഭുപാദ്ജിയുടെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരിട്ട് അവരുടെ ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ പഠിച്ചില്ലെങ്കിലും നമ്മൾ പ്രഭുപാദ്ജിയുടെ ഗ്രന്ഥങ്ങളിലൂടെ ആ പരമോന്നതനായിട്ടുള്ള ആചാര്യന്മാർ എഴുതിയ അതേ അറിവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സത്സംഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതും അത് തന്നെയാണ്. ആ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ലഭിച്ച അറിവുകൾ. സനാതൻ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ പാദത്തിൽ വീണിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഏറ്റവും നീചനാണ്. ഞാൻ ഒരുപാട് ദുസ്സംഗത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് ഞാനൊരു നരാധമനാണ്. ഒരുപാട് ഭൗതിക സുഖഭോഗങ്ങളിൽ ഞാൻ പെട്ടുപോയി. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്താണ് എൻ്റെ നന്മ എന്നും എനിക്ക് നാശം വരുന്നത് എന്താണെന്നും അതൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അത്രയ്ക്ക് വലിയ മൂഢനാണ്. പക്ഷെ ലോകം മുഴുവൻ എന്നെ വലിയ പണ്ഡിതനാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ് സനാതൻ ഗോസ്വാമി പറയുന്നത്. നമ്മളെല്ലാവരും ഈ അവസ്ഥയിലാണ്. നമ്മളെല്ലാവരും ഏറ്റവും തുച്ഛരായിട്ടുള്ള വ്യക്തികളാണ്.
നമ്മളെല്ലാം ദുസ്സംഗത്തിൽ പെട്ട് കിടക്കുകയാണ്. ഭഗവാന്റെ കാര്യത്തിൽ നമുക്ക് അധികം താല്പര്യമില്ല. താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അതിനു വേണ്ടി ആയിരിക്കണമല്ലോ 24 മണിക്കൂർ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ഭൗതിക സുഖഭോഗങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. നമ്മുടെ നന്മ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് സനാതൻ ഗോസ്വാമി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് എന്നെ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇനി എൻ്റെ ലക്ഷ്യം എന്താണെന്ന് അങ്ങ് പറഞ്ഞു തരണം. ഞാൻ ആരാണ്? ഞാൻ എന്തുകൊണ്ടാണ് ഈ ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്? ഞാൻ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം എന്നെനിക്ക് പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ അവസ്ഥ. ഇനി നമ്മൾ ഭഗവാനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഇവിടെ സനാതൻ ഗോസ്വാമി പഠിപ്പിക്കുന്നത്. എന്താണ്? ഈ ഭൗതിക അസ്തിത്വത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം ഭഗവാൻ. ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? ഞാൻ എന്തുകൊണ്ടാണ് ഈ ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ത്രിവിധ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ആധ്യാത്മിക ക്ലേശം, ആദി ഭൗതിക ക്ലേശം, ആദി ദൈവിക ക്ലേശം. അതായത് ഒന്നുകിൽ നമ്മുടെ മനസ്സും ശരീരവും ഏതെങ്കിലും ഒരു പ്രശ്നത്തിലായി പെട്ട് കിടക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രകൃതി സംബന്ധമായിട്ടുള്ള കാലാവസ്ഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ ശരീരം നമുക്ക് പ്രശ്നങ്ങൾ തരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ടെൻഷനിലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രകൃതി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. ഈ 3 ക്ലേശങ്ങളും അനുഭവിക്കാത്ത വ്യക്തികൾ ആരും തന്നെയില്ല. ബദ്ധാവസ്ഥയിലിരിക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും ഈ 3 ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 ക്ലേശങ്ങൾ ശാന്തമാകാനാണ് നമ്മൾ ശാന്തി 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 എന്ന് പറയുന്നു പൊതുവെ ഉപനിഷത്ത് മന്ത്രങ്ങളിലൂടെ. അന്നേരം സനാതൻ ഗോസ്വാമി ഒരിക്കലും ബദ്ധാവസ്ഥയിലല്ല, പക്ഷെ നമുക്കായിട്ട് എന്നേക്കുമായിട്ടൊരു പാഠം നൽകിയാണ്. സനാതൻ ഗോസ്വാമിയുടെ ഈ വിനമ്രത കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു നിർദ്ദേശങ്ങൾ നൽകാൻ തയ്യാറായി. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അതിൽ നിന്ന് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു തുടങ്ങുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നാണ്. അന്നേരം രാവിലെ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയാണ് ഇന്ന്. കാരണം രൂപഗോസ്വാമിക്ക് പറഞ്ഞതിന് അതിനപ്പുറത്തുള്ള ശിക്ഷണങ്ങളാണ് ഇന്നത്തെ ചർച്ചകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. രാവിലത്തെ സത്സംഗത്തിൽ നമ്മൾ ആരാണെന്നും ഭഗവാൻ ആരാണെന്നും കൂടുതൽ ഡീറ്റെയിൽ പഠിച്ചു, അല്ലേ? ഭഗവാനെക്കുറിച്ച് ഒരു ഏകദേശം. ഇന്നത്തെ ഇതിൽ നമ്മൾ എവിടെ പെട്ട് കിടക്കുന്നു, അല്ലേ? കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യുകയാണ്. ആദ്യം ഭഗവാൻ പഠിപ്പിക്കുന്നത് തന്നെ 3 തരത്തിലുള്ള ക്ലേശങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആധ്യാത്മിക ക്ലേശം, ആദി ഭൗതിക ക്ലേശം, ആദി ദൈവിക ക്ലേശം. എന്താണ് ആധ്യാത്മിക ക്ലേശം? നമ്മുടെ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും നമുക്ക് ലഭിക്കുന്ന ക്ലേശം. ആദി ഭൗതിക ക്ലേശം മറ്റൊരു വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ക്ലേശം. ആദി ദൈവിക ക്ലേശം പ്രപഞ്ചത്തിന്റെ ഈ പ്രകൃതിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ക്ലേശം. അന്നേരം ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒരു വ്യക്തി ഈ 3 തരം ക്ലേശങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് ആ വ്യക്തിക്കില്ല എങ്കിൽ ആ വ്യക്തി അജ്ഞാനത്താലാണ് ജീവിക്കുന്നത്. പല ബഹുമതികളൊക്കെ ആ വ്യക്തിക്കുണ്ടെങ്കിലും പല സുഖഭോഗങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഈ 3 തരത്തിലുള്ള ക്ലേശങ്ങളുടെ നടുവിലാണ് ആ വ്യക്തി എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ വ്യക്തി അന്ധകാരത്തിലാണ്. അന്നേരം ഇത് തിരിച്ചറിഞ്ഞ വ്യക്തി ഒരു ഗുരുവിൻ്റെ അടുത്തെത്തും. എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ അർജുനെ സമീപിച്ചത്, അതേപോലെ ഒരു ഗുരുവിൽ നിന്നും ഇതിനുള്ള പരിഹാരം തേടും. അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ കാണും, അല്ലെങ്കിൽ പിന്നെ മറ്റൊരു വ്യക്തി നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രകൃതിയാൽ ഏതെങ്കിലും ഒരു ദുരിതം നേരിടേണ്ടി വരും. ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മോചനമില്ല. അതുകൊണ്ട് ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി ഇതിൽ നിന്നുള്ള മോചനമാണ് ആഗ്രഹിക്കേണ്ടത്.
അതിനുള്ള വഴിയാണ് തേടേണ്ടത്. അന്നേരം നമ്മൾ ശാരീരിക അസ്വസ്ഥത വരുമ്പോൾ അതിനു വേണ്ടി നമ്മൾ മരുന്നുകൾ കഴിക്കുന്നു. പക്ഷെ വേറെ ഏതെങ്കിലും പ്രശ്നം ഉടനെ വരും. അതിന് പരിഹാരം കാണുമ്പോൾ വേറെ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ വീണ്ടും വേറെ എന്തെങ്കിലും. ഇതിൽ നിന്ന് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതിനാണ് നമ്മൾ ഒരു ഗുരുവിനെ തേടുന്നത്. അന്നേരം അതിൻ്റെ അർത്ഥം എന്താ? ഗുരുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ശാരീരിക അസ്വസ്ഥത മാറും, മാനസിക അസ്വസ്ഥത മാറും, മറ്റൊരു വ്യക്തിയിൽ നിന്നുള്ള അസ്വസ്ഥത മാറും, പ്രകൃതി അസ്വസ്ഥത മാറും എന്നാണോ? ഇല്ല. ഇതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മളെ ഉയരാൻ, അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ഉയരാൻ ഗുരു നമ്മളെ സഹായിക്കും. നമ്മൾ ഇതൊന്നും അല്ല, നമ്മൾ ഈ ശരീരമല്ല എന്നുള്ള ഒരു സാക്ഷാത്കാരത്തിലേക്ക് ഉയരാനുള്ള വഴി ഗുരു പറഞ്ഞു നൽകും. അതാണ് ഗുരുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ ഒരു സ്വാമിയിൽ നിന്നും ഒരു ആത്മീയമായിട്ട് എന്തൊക്കെയോ സിദ്ധികളുണ്ട് എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? എൻ്റെ രോഗം മാറണം, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നം തീരണം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ ഞാൻ അനുഭവിക്കുന്ന ആ പ്രശ്നം തീരണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ നേരിടുന്ന ഏത് തരത്തിലുള്ള ക്ലേശമാണെങ്കിൽ അതിൽ നിന്നൊരു പരിഹാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഈ ക്ലേശങ്ങളിൽ നിന്നല്ല നമുക്ക് പരിഹാരം, ഈ ക്ലേശങ്ങൾ മാറും എന്നല്ല, പക്ഷേ ആധ്യാത്മിക മാർഗത്തിലൂടെ, ആധ്യാത്മിക പരിശീലനത്തിലൂടെ നമ്മൾ ഈ ക്ലേശങ്ങളിൽ നിന്ന് ഉയരും. അതാണ് യഥാർത്ഥ അനുഗ്രഹം. കാരണം നമ്മൾ ഏതൊരു സ്വാമിജിയുടെ അടുത്ത് ചെന്നാലും അവർ ഒരു രോഗത്തിന് ഒരു പരിഹാരം കിട്ടിയാലും ആ ക്ലേശം വീണ്ടും വരും. ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി നമ്മൾ ആ മരുന്ന് തേടിയാലും അപ്പോഴേക്കും ആ പ്രശ്നം തീരും, പക്ഷെ വീണ്ടും ആ പ്രശ്നം വീണ്ടും വരും എന്നുള്ള. അതുകൊണ്ട് യഥാർത്ഥ സിദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നേക്കുമായിട്ട് ഈ 3 ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് നൽകുന്നത്. അന്നേരം ക്ലേശങ്ങളല്ല മാറിപ്പോകുന്നത്, നമ്മളെ ഉയർത്തും. നമ്മളെ ഉയർത്തുമ്പോൾ ഈ ക്ലേശങ്ങളൊന്നും ഒരു ക്ലേശങ്ങളായിട്ട് നമുക്ക് തോന്നില്ല. അതല്ലേ യഥാർത്ഥ അനുഗ്രഹം, അല്ലേ? ഇതാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. അന്നേരം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ശാരീരിക അസ്വസ്ഥതകൾക്ക് പരിഹാരം തേടുന്നതും, അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതകൾക്ക് പരിഹാരം തേടുന്നതും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം തേടുന്നതും, അല്ലെങ്കിൽ നമുക്ക് പ്രകൃതി സംബന്ധമായിട്ട് എന്തെങ്കിലും ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പരിഹാരം തേടുന്നതല്ല യഥാർത്ഥ പരിഹാരം. യഥാർത്ഥ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ ഈ ക്ലേശങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ അവബോധത്തെ ഉയർത്തുക എന്നതാണ് യഥാർത്ഥ പരിഹാരം. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? അതാണ് നമുക്ക് ഗുരുവിലൂടെ ലഭിക്കുന്നത്. പക്ഷേ അതിലേക്ക് ഉയരണമെങ്കിൽ ആദ്യം ഇതൊക്കെ ക്ലേശങ്ങളാണെന്നുള്ളൊരു സാക്ഷാത്കാരം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അതൊന്നും ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പൊതുവെ ഈ ലോകത്തുള്ള വ്യക്തികളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാരീരിക അസ്വസ്ഥതയിൽ ഇരിക്കുന്ന വ്യക്തികൾ പോലും സുഖലോലുപരായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അതായത് വൃദ്ധാവസ്ഥയിൽ പല പല രോഗങ്ങളുടെ നടുവിലാണെങ്കിലും അവർ വീണ്ടും പല രീതിയിലുള്ള സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കും. പൊതുവെ പണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പല വ്യക്തികളും വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ആത്മീയ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. ക്ലേശങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ അതിനെ അവർ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി അതിൻ്റെ നടുവിലും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കമൻസിലിടാം. അതായത് ഒരു കൂട്ടം ആടുകളെ അറക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പ്രഭുപാദി നൽകുന്ന ഉദാഹരണമാണ്. അതിൽ ഒരു ആടിനെ അറുത്തു, അടുത്ത ആടിനെ അറുത്തു, അടുത്തത് ഈ ആടുകളെല്ലാം അറക്കാൻ പോവുകയാണെന്നിരിക്കട്ടെ. പക്ഷെ അപ്പോഴും ആ ആട് സന്തോഷത്തോടു കൂടി പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയാണ് നമ്മുടേത്. നമ്മൾ പല പല ക്ലേശങ്ങളുടെ നടുവിലാണെങ്കിലും നമ്മൾ ഇവിടെ ഹാപ്പിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്.
പക്ഷെ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സുഖമല്ല. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി ആശുപത്രി കിടക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആധ്യാത്മികമായിട്ട് ഉയരാനുള്ള പ്രതീക്ഷകളല്ല. അവർ ഈ ക്ലേശങ്ങളിൽ നിന്നുള്ള ഒരു മോചനമല്ല ആഗ്രഹിക്കുന്നത്. അവർ ഇതിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒന്നുകിൽ അവരുടെ ജീവിതം മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അതിൽ നിന്നും തട്ടിക്കൂട്ട് പരിപാടികളിലൂടെ അതിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ട് മോചിതരാകാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്ത് വേറൊരു സുഖത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് കള്ള് കുടിക്കുന്നു, കഞ്ചാവ് അടിക്കുന്നു, അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നു. അങ്ങനെ സുഖത്തെ തേടി അങ്ങ് ജീവിക്കുകയാണ്. പക്ഷെ ഒരു സൈഡിൽ കൂടെ ഇവർ പല ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായിട്ടും അവർ മനസ്സിലാക്കുന്നില്ല. കാശ് സമ്പാദിച്ച് അധികാരം പിടിച്ചടക്കുന്നു. ഒരു സൈഡിൽ കൂടെ പല പല ദുരിതങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് അവർ അവരുടേതായിട്ടുള്ള സുഖങ്ങൾ ഇന്ദ്രിയ ആസ്വാദനത്തിലൂടെ അതിനെ മറക്കാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി പ്രത്യേകിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന വ്യക്തികൾ ആ ടെൻഷനിൽ നിന്നും മോചിതരാകാൻ കൂടുതൽ ഭക്ഷണം കഴിക്കും, മധുര പലഹാരങ്ങൾ കഴിക്കും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഏകദേശം അതേപോലെ തന്നെ ക്ലേശങ്ങളിൽ നിന്നും മോചിതരാകാൻ വേണ്ടി അവരുടെ ശ്രദ്ധ വേറൊരു വിഷയത്തിലേക്ക് മാറ്റുകയാണ്. അല്ല, അതിൽ നിന്നും യഥാർത്ഥ മോചനമല്ല അവർ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അന്നേരം യഥാർത്ഥ സൊല്യൂഷൻ എന്താണ്? അതാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ജീവാത്മാക്കളോട് പറഞ്ഞിരുന്നു, എന്താണ്? നമ്മൾ ആരും ശരീരമല്ല, നമ്മൾ ഈ ഭൗതിക പ്രകൃതിയല്ല, നമ്മൾ ആത്മാവാണ്. അന്നേരം നമ്മൾ ആത്മാവായതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അംശമാണ്, ശാശ്വത അംശമാണ്. ഭഗവാന്റെ എപ്പോഴും നമ്മൾ അംശമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ആരുടെ അംശമാണോ നമ്മൾ, അദ്ദേഹത്തിന്റെ സേവനം ചെയ്യുക. ഇത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അവസാനം കിട്ടുന്നത് ക്ലേശം മാത്രമായിരിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇതാര് മനസ്സിലാക്കിയോ അവർ രക്ഷപ്പെട്ടു. അന്നേരം എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും രക്ഷ ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ അംശമാണ്. അംശത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ആരുടെ അംശമാണോ നമ്മൾ, അദ്ദേഹത്തിന്റെ സേവനം ചെയ്യുക എന്നതാണ്. അതൊഴികെ നമ്മൾ എന്ത് ചെയ്താലും അവസാനം നമുക്ക് ഈ 3 തരത്തിലുള്ള ക്ലേശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും, ഉറപ്പാണ്. ഒന്നുകിൽ ശാരീരിക അസ്വസ്ഥത, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ, അല്ലെങ്കിൽ പിന്നെ മറ്റൊരു വ്യക്തിയിൽ നിന്നുള്ള ക്ലേശം, അല്ലെങ്കിൽ പിന്നെ പ്രകൃതി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ക്ലേശം. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മുടെ ആരുടെ അംശമാണോ അദ്ദേഹത്തിന്റെ സേവനം ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് ഒരു ജീവാത്മാവിന് സന്തോഷം കിട്ടണമെങ്കിൽ പരിപൂർണമായിട്ടും ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക. ഇതല്ലാതെ നമുക്കൊരു രക്ഷയും ഇല്ല. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത് ക്ലിയർ ആയോ? ഇതാണ് ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത്ര മനോഹരമായിട്ടുള്ള കാര്യമാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിലുണ്ട്. തോന്നില്ലേ? ഇതാണ് നിങ്ങളുടെ അഭിപ്രായം? ഹരീഷാണ് ക്ലാസ്സിലാണ്.
ഹരേ കൃഷ്ണ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ക്ഷമിക്കൽ, ഇവിടെ ആശ്രമത്തിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു, അതായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ ചർച്ച ചെയ്ത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എത്ര ആഴത്തിലാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? ഭഗവാന്റെ കാരുണ്യം നോക്കണേ. അതായത് സത്യം പറഞ്ഞ ഇന്നത്തെയും നാളത്തെയും നമ്മുടെ സത്സംഗത്തിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എത്ര അമൂല്യമായിട്ടുള്ള അറിവുകളാണ് ഭഗവാൻ നൽകിയിരിക്കുന്നതെന്ന് അല്ലേ? തോന്നില്ലേ? ഇപ്പോൾ ഇന്ന് രാവിലത്തെയും ഉച്ചകലത്തെയും ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? നിങ്ങൾ പറയും. അധികമൊന്നും നമ്മൾ ചർച്ച ചെയ്യില്ല, വളരെ കുറച്ചേ ചർച്ച ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറയും, കമൻസിലിടും. അപ്പോൾ നമ്മൾ ബ്രഹ്മചാരിയാണോ, ഗൃഹസ്ഥനാണോ, വാനപ്രസ്ഥിയാണോ, സന്യാസിയാണോ, ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. നമ്മൾ മലയാളിയാണോ, നേപ്പാളിയാണോ, ഹിന്ദിക്കാരനാണോ, ഇന്ത്യക്കാരനാണോ, അമേരിക്കക്കാരനാണോ, ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. എന്നിട്ട് ഈ ആത്മാവെന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്. അന്നേരം ഈ ആത്മാവിന് സന്തോഷം ലഭിക്കുന്ന ഒരേ ഒരു കാര്യം ഭഗവാന്റെ സേവനം, ശ്രീ രാധാകൃഷ്ണ സേവനം. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. ഗുരുവായൂരപ്പന്റെയും ശ്രീമതി രാധാറാണിയുടെയും സേവനം ചെയ്യുകയല്ലാതെ വേറെ ഒരു കാര്യം ചെയ്താലും നമുക്ക് ഈ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, ജീവിതത്തിന്റെ ലക്ഷ്യം പൂർണ്ണമായിട്ടും ഭഗവാന്റെ ശരണം സ്വീകരിക്കുക, ഭഗവാനെ ആശ്രയിക്കുക. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ആശ്രയത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് ഹൃദയാംഗതമായിട്ട് ശരണാഗതി സ്വീകരിക്കുക. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു ഇനി ആഴത്തിൽ പറയുകയാണ്, നീ ഒരു ജീവാത്മാവാണ്, നീ ശരീരമല്ല, നീ മനസ്സല്ല, നീ ബുദ്ധിയുമല്ല, നീ മിഥ്യാഹങ്കാരമല്ല, നീ ഭഗവാന്റെ നിത്യദാസനാണ്. ഹരേ കൃഷ്ണ. അവിടെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചൈതന്യ ചരിതാമൃതത്തിലെ ആ ശ്ലോകം ഭഗവാൻ പറയുന്നത്, ജീവേർ സ്വരൂപ് ഹോയ് കൃഷ്ണേര നിത്യദാസ്. ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസൻ. ഇതാണ് യാഥാർത്ഥ്യം. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ ഇവിടെ പറയുന്നു, ആത്മാവ് എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമാണ്, ശരീരബോധത്തിന് അപ്പുറത്താണ്, പക്ഷെ വളരെ ചെറുതാണ്. ഭഗവാന്റെ അംശമാണ്, ഭഗവാനെ പോലെയാണ്, പക്ഷെ ഭഗവാനെക്കാട്ടിയും വളരെ ചെറുതാണ്. ഇതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഇതിനു മുമ്പേ പല പല ആചാര്യന്മാരും വന്നിട്ടുണ്ട്, അവരൊക്കെ ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭഗവാനെ കുറിച്ച് പറയാൻ ഒരാളെ കൊണ്ടേ പറ്റൂ, അത് ഭഗവാന് മാത്രമേ പറയാൻ കഴിയൂ. അടിയൻ ആരാണെന്ന് അടിയനല്ലേ കൂടുതൽ അറിയത്തുള്ളൂ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ കൂടുതൽ. അതേപോലെ ഭഗവാൻ ആരാണെന്ന് ഭഗവാന് മാത്രമേ അറിയാൻ കഴിയൂ, വേറെ ആർക്കും ഭഗവാനെ മനസ്സിലാകാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇവിടെ ഭഗവാനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് ഇതേപോലെ ഒരു ഗുരു വേറെ ഉണ്ടോ? ചൈതന്യ മഹാപ്രഭുവിനെ പോലെ ഒരു ഗുരു ഇതിനു മുമ്പേ ഉണ്ടോ? ഇനി ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അൾട്ടിമേറ്റ് ഗുരുവാണ്. കൃഷ്ണം വന്ദേ ജഗത് ഗുരു എന്ന് അത് സാർത്ഥകമായത് ചൈതന്യ മഹാപ്രഭു വന്നപ്പോഴാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരുടെയും ഗുരുവാണെന്ന് പറയുന്നു, പക്ഷെ അത് പരമാർത്ഥമായിട്ട് മാറിയത് അത് അങ്ങനെ തന്നെയാണ്. ഭഗവാൻ പരമാത്മാവായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്നുണ്ട്. പക്ഷേ അതേ കരുണാമയൻ തന്നെ ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. ഒരു ഭക്തനായിട്ട് വന്ന് ഒരു ഭക്തന്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അനുഭവിച്ചുകൊണ്ട്, അതിനെ നേരിട്ടുകൊണ്ട്, അതിനെ അതിജീവിച്ചുകൊണ്ട് ഭക്തനായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് കാണിച്ചു തരിക. അതോടുകൂടി നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥത്തിൽ ഗുരുവായിട്ട് മാറി.
യഥാർത്ഥത്തിൽ ജഗദ്ഗുരുവായിട്ട് മാറി നമ്മുടെ ഭഗവാൻ. എന്നാൽ ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഒരു ആത്മാവിലും ഉണ്ട്. പക്ഷെ ഭാഗികമായിട്ട്. അതായത് ഒരു സമുദ്രത്തിൽ നിന്നും കുറച്ച് തുള്ളികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ തുള്ളിക്കും സമുദ്രത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുള്ളതുപോലെ, പക്ഷെ സമുദ്രത്തിൻ്റെതായിട്ടുള്ള ആഴം, സമുദ്രത്തിൻ്റെതായിട്ടുള്ള വ്യാപ്തി ആ തുള്ളിക്കില്ല. ആ തുള്ളി ചെറുതാണ്. അതാണ് നമ്മളും ഭഗവാനായിട്ടുള്ള ബന്ധം. നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഭഗവാന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നും. പക്ഷെ ഞാൻ ചെയ്യാൻ പാടില്ല, അല്ലേ? അന്നേരം ഒരു അച്ഛൻ ഒരു കുട്ടിയെടുത്ത് തെറ്റ് ചെയ്യുമ്പോൾ, ഒരു അമ്മ ഒരു കുട്ടിയെടുത്ത് തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് പ്രതീക്ഷകൾ തകരുകയാണ്. കാരണം അച്ഛനെയും അമ്മയും ദൈവതുല്യമായിട്ട് കാണുകയാണ്. ഒരു ഗുരുവിനെ ശിഷ്യർ ദൈവതുല്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ആ ഗുരുവിൽ നിന്ന് ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി കാണുമ്പോൾ ശിഷ്യരുടെ പ്രതീക്ഷകൾ തകരുകയാണ്. അന്നേരം ദൈവതുല്യം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വാക്കാണ്. ഭഗവാനെ പോലെ പെരുമാറുക, ഭഗവാനെ പോലെ സംസാരിക്കുക, ഭഗവാനെ പോലെ ചിന്തിക്കുക, അത് വെരി ഹൈ സ്റ്റാൻഡേർഡാണ്. അതായത് ഒരു ഈശ്വര വിശ്വാസി ആണെങ്കിലും നിരീശ്വരവാദി ആണെങ്കിൽ പോലും, ഇപ്പൊ നിരീശ്വരവാദി തന്നെ ഒരു ദൈവ വിചാരത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ തെറ്റ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ, നിങ്ങളൊക്കെ ദൈവവിശ്വാസികളല്ലേ, പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, അതിനെക്കാട്ടി നല്ലത് ഞാൻ നിരീശ്വരവാദിയല്ലേ എന്ന് അവർ പോലും പറയും. അതായത് ഈശ്വരനിൽ ഒട്ടും വിശ്വാസമില്ലാത്ത വ്യക്തികളുടെ ഉള്ളിൽ പോലും ഈശ്വരനെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. അതാണ് ഭഗവാൻ. അതായത് ഒരു നിരീശ്വരവാദിയുടെ സങ്കല്പങ്ങളിൽ പോലും ഈശ്വരനെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഉണ്ടെന്നുള്ളത്. ചില വ്യക്തികൾ ഈശ്വരനിൽ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ലോകത്ത് ഇത്രയും പേര് ദുരിതം അനുഭവിക്കുന്ന കണ്ടില്ലേ? ഇത് കണ്ടിട്ടും ഭഗവാൻ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല? അതിന്റെ അർത്ഥം ഈശ്വരനില്ല എന്നാണ്. അന്നേരം ആ വാക്കുകളിൽ തന്നെ അവർക്കറിയാം, യഥാർത്ഥത്തിൽ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരൻ കരുണാമയനാണ്, വ്യക്തികളെ ദുരിതം അനുഭവിക്കാൻ അനുവദിക്കത്തില്ല. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് ആരും നിരീശ്വരവാദികളില്ല, എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഒരേ അച്ഛന്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്കറിയാം, നമുക്കൊരു ഉടയനുണ്ട്, നമ്മുടെ ഒരു നാഥനുണ്ട്, നമുക്കൊരു അച്ഛനുണ്ട്, നമുക്കൊരു അമ്മയുണ്ട്. ഈ ലോകത്ത് അനാഥരായിട്ട് ആരുമില്ല. നമുക്ക് ഒരേ ഒരു അച്ഛനും ഒരേ ഒരു അമ്മയേ ഉള്ളൂ. അത് ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും. അവരുടെ കാരുണ്യമാണ് പല രീതിയിലും പല പല രൂപങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അന്നേരം ഇവിടെ ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാനെ പോലുള്ള എല്ലാ ഗുണങ്ങളും ഭാഗികമായിട്ട് ഒരു ജീവാത്മാവിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ വളരെ കുറഞ്ഞ അളവിൽ മാത്രം. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലായതുകൊണ്ട് ആ ജീവാത്മാവിന് പതനം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം ശ്രീല പ്രഭുപാദജി നൽകുന്നുണ്ട്. അതായത് ഒരു തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കും ഒരു ഹോമത്തിന്. ആ ഹോമത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ തീയുടെ സ്പാർക്കുകൾ അതിൽ നിന്നും പുറത്തു വരാറുണ്ട്. പക്ഷേ ആ സ്പാർക്ക് തീയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തീയിന്റെ എല്ലാ ഗുണങ്ങളും അതിലുണ്ട്. പക്ഷെ ആ സ്പാർക്ക് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ, നിലം പതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ തീയുടെ ഗുണങ്ങളില്ല. അതേപോലെ നമ്മൾ ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഭഗവാന്റെ ഗുണങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ നമ്മൾക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ ആ ഗുണങ്ങൾ നമ്മളിൽ നിന്ന് പോവുകയാണ്. ഇവിടെ പറയുന്നു,
അടുത്തൊരു ഉദാഹരണം പ്രഭുപാദി നൽകുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെയാണ്, എന്നിട്ട് ജീവാത്മാക്കൾ എന്ന് പറഞ്ഞാൽ സൂര്യകിരണങ്ങളാണ്, സൂര്യന്റെ രശ്മികളാണ്. വിഷ്ണു പുരാണത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണം എഴുതിയിരിക്കുന്നതെന്ന് പ്രഭുപാദി പറയുന്നു. വിഷ്ണു പുരാണത്തിൽ പറയുന്നു, ജീവാത്മാക്കൾ അഗ്നിയുടെ ചെറിയ ചെറിയ സ്പാർക്കുകളെ പോലെയാണ്. ഇനി അതേ വിഷ്ണു പുരാണത്തിൽ തന്നെ പറയുന്നു, ഭഗവാന് അചിന്ത്യം ശക്തികളുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ആ ശക്തികളാലാണ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ഭഗവാന് 3 തരത്തിലുള്ള ശക്തികളുണ്ട്: അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. എന്നാൽ ഈ ബഹിരംഗ ശക്തിയാണ് ഈ ഭൗതിക പ്രകൃതി. ഈ ബഹിരംഗ ശക്തി അജ്ഞാനമാകുന്ന ഒരു ആവരണം ഈ ശക്തിക്കുണ്ട്. ഈ ബഹിരംഗ ശക്തിയെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിനെക്കുറിച്ച് പ്രഭുപാദി വീണ്ടും വിശദീകരിക്കുന്ന ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ, ജീവാത്മാക്കൾ യഥാർത്ഥത്തിൽ ക്ഷേത്രജ്ഞനാണ്, ക്ഷേത്രമല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ശരീരം അല്ല, നമ്മൾ ശരീരമാണ് ക്ഷേത്രം. പക്ഷെ ഈ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ഇതിനകത്തിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ഉടമസ്ഥൻ, അതാണ് ആത്മാവ്. യഥാർത്ഥത്തിൽ ജീവാത്മാവിന് ആധ്യാത്മിക അറിവുകളും ആത്മാവ് സ്വയം ആരാണെന്നും ആത്മാവിന്റെ കഴിവുകളെക്കുറിച്ചുള്ള എല്ലാ കഴിവുകളുമുണ്ട്. പക്ഷെ ആ ആത്മാവ് ഞാൻ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ പരിമിതിക്കുള്ളിൽ ബന്ധിതനായി പോവുകയാണ്, വീണ്ടും വീണ്ടും ജനന മരണ ചക്രത്തിൽ പെട്ടുപോവുകയാണ്. പക്ഷെ ഒരു ജീവാത്മാവിന് ഏത് നിമിഷം വേണമെങ്കിലും ഭൗതിക പ്രകൃതിയിൽ നിന്ന് മോചിതനായി ആധ്യാത്മിക ശക്തിയെ ആശ്രയിക്കാൻ കഴിയും. അതായത് നേരത്തെ അടിയൻ പറഞ്ഞതുപോലെ 3 ശക്തികളുണ്ട്: ബഹിരംഗ ശക്തി, അന്തരംഗ ശക്തി, തടസ്ഥ ശക്തി. അന്തരംഗ ശക്തിയാണ് ആധ്യാത്മിക ലോകം, ബഹിരംഗ ശക്തിയാണ് ഭൗതിക പ്രകൃതി. നമ്മൾ ഇതിന്റെ ഇടയിലാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആധ്യാത്മിക ശക്തിയാണ്, പക്ഷെ നമ്മൾ ഇതിന്റെ നടുവിലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭൗതിക ശക്തിയോട് ആകൃഷ്ടരാകാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ ഭൗതിക ശക്തിയോട് ആകൃഷ്ടരാകുന്നതിന് പകരം ആധ്യാത്മിക ശക്തിയോട് ആകൃഷ്ടരാകുക. ഇതിന് വേറൊരു ഉദാഹരണം നാം പറയുകയാണെങ്കിൽ, സ്വർണത്തിന്റെ ഒരു പ്രതിമ, വെള്ളിയുടെ ഒരു പ്രതിമ, രണ്ടും പ്രതിമകളാണെങ്കിലും രണ്ടിനും 2 മൂല്യങ്ങളാണുള്ളത്. അന്നേരം നമുക്ക് വേണ്ടുന്നത് സ്വർണത്തിന്റെ പ്രതിമയാണ്, കാരണം അത് സ്വർണത്തിന്റെ ആയതുകൊണ്ട്. നമുക്ക് വെള്ളിയുടെ പ്രതിമ വേണ്ട, മനസ്സിലായി? നമുക്ക് സ്വർണമാണ് വേണ്ടത്. അതേപോലെ ആധ്യാത്മിക ശക്തിയുടെ വസ്തുവകകളോടായിരിക്കണം നമുക്ക് ആകർഷണം തോന്നുന്നുണ്ട്, അല്ലാതെ ഭൗതിക ശക്തിയുടെ വസ്തുവകകളോടല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ്. നമുക്ക് ഈ ശരീരത്തിനോട് ആകർഷണം തോന്നും, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിനോട് തന്നെ. അന്നേരം ഇത് ഭൗതിക പ്രകൃതിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭൗതിക പ്രകൃതിയാണ്. നമ്മുടെ ബന്ധുമിത്രാദികൾ ഭൗതിക പ്രകൃതിയാണ്. നമ്മുടെ വീട്, എല്ലാ വീട്ടിലെ വസ്തുവകൾ എല്ലാം ഭൗതിക പ്രകൃതിയാണ്. ഈ ലോകമേ ഭൗതിക പ്രകൃതിയാണ്. അന്നേരം നമ്മൾ ആത്മാവ് വ്യക്തികളോട് ഇഷ്ടം തോന്നുന്നു, വസ്തുവകളോട് ഇഷ്ടം തോന്നുന്നു, അതിൽ തെറ്റില്ല. പക്ഷേ ഈ വസ്തുവക ഉണ്ടാക്കിയിരിക്കുന്നത് ഭൗതിക പ്രകൃതി ഉണ്ടായതുകൊണ്ട് അത് തെറ്റാണ്. നമ്മൾ ആത്മാവിന് ആത്മീയ ശരീരത്തിനോട് ഇഷ്ടം തോന്നാം, ഭൗതിക ശരീരത്തിനോട് ഇഷ്ടം തോന്നേണ്ട ആവശ്യമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് സ്വർണ പാത്രം നമുക്ക് സൂക്ഷിക്കാം, സ്വർണ പ്രതിമ നമുക്ക് നല്ലതാണ്, വെള്ളിയുടെ പ്രതിമ വേണ്ട.
രണ്ടും രണ്ടും രണ്ട് മൂല്യങ്ങളാണ്. അന്നേരം അതേപോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ, സ്വർണവും കളിമണ്ണും വെച്ചിട്ടുള്ള പ്രതിമ. അന്നേരം സ്വർണ്ണ പ്രതിമയ്ക്ക് മൂല്യം ഒരുപാടാണ്, കളിമൺ പ്രതിമയ്ക്ക് ഒരു മൂല്യം ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടും രണ്ടാണ്. രണ്ടും ഒരേപോലെ പ്രതിമയാണെങ്കിലും സ്വർണ്ണ പ്രതിമ സ്വർണം വെച്ച് നിർമ്മിച്ചതുകൊണ്ട് അതിൻ്റെ മൂല്യം കൂടുതലാണ്. മൺപ്രതിമ, കളിമൺ പ്രതിമ, അത് കളിമണ്ണ് വെച്ചുണ്ടാക്കിയത് കൊണ്ട് അതിനത്ര വാല്യൂ ഇല്ല. അതേപോലെ നമ്മുടെ ശരീരം ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമാണ്. നമ്മുടെ വസ്തു, നമ്മുടെ ചുറ്റുപാടെല്ലാം ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് ഈ ഭൗതിക ലോകമേ മൊത്തത്തിൽ നമുക്ക് ആവശ്യമുള്ളതല്ല. പക്ഷെ ആത്മാവിന് ഈ ശരീരത്തെ പോലെ തന്നെ ആത്മീയമായ ഒരു ശരീരമുണ്ട്. അതായത് കളിമൺ പ്രതിമയ്ക്ക് പകരം സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമയുണ്ട്, അതിനെ നമുക്ക് സ്വീകരിക്കാം. അതേപോലെ ഈ ഭൗതിക ശരീരത്തിന് പകരം ആത്മീയ ശരീരത്തെ നമുക്ക് സ്വീകരിക്കാം. ആത്മീയ ശരീരത്തിനോടൊപ്പം ആത്മീയ ബന്ധങ്ങളെ നമുക്ക് സ്വീകരിക്കാം. എന്നിട്ട് ആ ആധ്യാത്മിക ബന്ധങ്ങളോടൊപ്പം ആധ്യാത്മിക ലോകത്തിരിക്കാം. അതിനൊരിക്കലും നാശമില്ല, അതൊരിക്കലും നശിക്കുന്നില്ല, അതെന്നും നിലനിൽക്കും. അവിടെ നമുക്ക് രോഗമില്ല, മരണമില്ല, വൃദ്ധാവസ്ഥയില്ല, എപ്പോഴും ശാശ്വതമായിട്ടുള്ളൊരു ജീവിതമാണ്. ആ എന്നെന്നും നിലനിൽക്കുന്ന ആധ്യാത്മിക ലോകത്തിൽ ആധ്യാത്മിക ശരീരത്തോടു കൂടി ആധ്യാത്മിക ബന്ധങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ ഭൗതിക ശരീരമെടുത്ത് ഭൗതിക ബന്ധനങ്ങളിൽപ്പെട്ട് ഭൗതിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൗതിക ലോകങ്ങളെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിലനിൽക്കാത്ത ഈ ശരീരത്തെ, ഒരിക്കലും നിലനിൽക്കാത്ത ഈ ലോകത്തെ, ഒരിക്കലും നിലനിൽക്കാത്ത ഈ ബന്ധങ്ങളെ എന്നെന്നും നിലനിർത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അന്നേരം ഇതിന് പകരം, അന്നേരം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒരു വ്യക്തിക്ക് കളിമൺ പ്രതിമയോട് ആകർഷണം തോന്നുന്നത് സ്വർണ്ണ പ്രതിമയെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. സ്വർണ്ണ പ്രതിമ കിട്ടാൻ, അതായത് നിങ്ങൾ കൊടുക്കുന്ന അതേ മൂല്യത്തിൽ തന്നെ, അതായത് നിങ്ങൾ എന്തായാലും കളിമൺ പ്രതിമ മേടിക്കുമ്പോൾ ഒരു മൂല്യം കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾ കൊടുക്കുന്ന കളിമൺ പ്രതിമയ്ക്ക് കൊടുക്കുന്ന അതേ വിലയിൽ തന്നെ നിങ്ങൾക്ക് സ്വർണ്ണ പ്രതിമയും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എന്താ ചെയ്യേണ്ടത്? സ്വർണ്ണ പ്രതിമയല്ല എടുക്കേണ്ടത്. കാരണം സ്വർണ്ണ പ്രതിമയുടെ മൂല്യം കൂടുതലാണ്, കളിമൺ പ്രതിമ മൂല്യം കുറവാണ്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന അതേ മൂല്യത്തിന് നിങ്ങൾക്ക് സ്വർണ്ണ പ്രതിമ കിട്ടുമെങ്കിൽ അതല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത്? അതേപോലെ നമുക്ക് സ്വർണ്ണ പ്രതിമ ഇതേപോലെ ലഭിക്കുമെന്നുള്ള അറിവില്ല. എന്താണ് നമ്മുടെ മൂല്യം? സമയം, തീരുമാനങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന മൂല്യം. അന്നേരം നമ്മൾ നമ്മുടെ സമയം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ ഇതെല്ലാം കളിമൺ പ്രതിമകൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതേ മൂല്യം കൊടുത്ത് നമുക്ക് സ്വർണ്ണ പ്രതിമ ലഭിക്കാൻ പറ്റും. അന്നേരം നമ്മുടെ ബോധവും ചിന്തകളും ആഗ്രഹങ്ങളും ഈ ഭൗതിക ലോകത്തിലെ വസ്തുവകകളെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കാതെ, നമ്മുടെ ശരീരവും നമ്മുടെ ബന്ധങ്ങളും ബന്ധനങ്ങളും കെട്ടുബന്ധനങ്ങൾ നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മുടെ അസ്തിത്വത്തെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കാതെ, കാരണം ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ശരീരം എന്നെന്നും നിലനിൽക്കോ? ഇല്ല. ശരീരമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ നിലനിൽക്കോ? അതുമില്ല. ഇനി ഈ ലോകം നിലനിൽക്കോ? അതുമില്ല. അന്നേരം അതിനു വേണ്ടി നമ്മുടെ സമയം പാഴാക്കി കളയുന്നത് എത്ര നിരർത്ഥകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനു പകരം നമ്മുടെ സമയവും സാഹചര്യവും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ആത്മീയ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന റിസൾട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. പക്ഷെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അജ്ഞാനത്താൽ. അതായത് ഒരു കളിമൺ പ്രതിമ മേടിക്കുന്ന വ്യക്തിക്ക് ഇതേ മൂല്യത്തിന് സ്വർണ്ണ പ്രതിമ ലഭിക്കും എന്നുള്ള അറിവില്ലാത്തത് കൊണ്ട് ആ വ്യക്തി എപ്പോഴും കളിമൺ പ്രതിമകളുടെ പുറകെ പോകും. പക്ഷെ കളിമൺ പ്രതിമയാണെങ്കിൽ സ്ട്രോങ്ങും അല്ല, വെള്ളത്തിൽ നനഞ്ഞ
ഒലിച്ചു പോവും, എവിടെയെങ്കിലും വീണാൽ പൊട്ടിപ്പോവും. പക്ഷെ നമ്മൾ അതിനെ തന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ആ കാര്യം വീണ്ടും ഭഗവാൻ പറയുന്നു. ഭൗതിക പ്രകൃതി സത്വഗുണം, രജഗുണം, തമഗുണമാണല്ലോ. അതുകൂടാതെ ഇതേ ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങൾ പഞ്ചഭൂതങ്ങളായിട്ടും മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരമായിട്ട് മാറുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നു, ഈ ഭൗതിക പ്രകൃതി വളരെ ശക്തമായിട്ട് കാണപ്പെടുന്നു, അല്ലെ? നമ്മുടെ ശരീരം, നമ്മുടെ ചുറ്റുപാടുള്ള പ്രകൃതി, ഇതൊക്കെ വളരെ ശക്തമായിട്ട് കാണപ്പെടുന്നു. പക്ഷെ ആത്മീയ ശക്തി ഇല്ലാതെ ഇതൊന്നും പ്രവർത്തിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഒരു ആധ്യാത്മിക ശക്തിയുടെ പ്രവർത്തനമില്ലാതെ ഇതൊന്നും പ്രവർത്തിക്കത്തില്ല. എത്ര വലിയ പോയിന്റാണ് നോക്കണേ. അതായത് ശരീരത്തിനകത്ത് ആത്മാവ് ഇരിക്കുന്നതുകൊണ്ടാണല്ലോ ശരീരം പ്രവർത്തിക്കുന്നത്. അന്നേരം ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു വലിയൊരു ആത്മാവുണ്ട്. അതിനെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവില്ലെങ്കിൽ ഈ പ്രകൃതി പ്രവർത്തിക്കത്തില്ല എന്നാണ്. നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവ് വേണം. അതേപോലെ ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു വലിയ ആത്മാവാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഇത്ര അമേസിങ് പോയിന്റ് ആണല്ലേ. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. എപ്പോഴാണോ ഒരു ജീവാത്മാവിന് ആ ആത്മാവ് ആരാണെന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോഴാണ് അവൻ മുക്തനാകുന്നത്. ഇപ്പോൾ നമ്മൾ കളിമൺ പ്രതിമകളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബദ്ധാവസ്ഥയിൽ പെട്ടുകിടക്കുകയാണ്. ഇതിൽ നിന്നുള്ള മോചനമാണ് ആധ്യാത്മിക ജീവിതം. ഹരേ കൃഷ്ണ. അങ്ങനെ ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത ശിക്ഷണങ്ങളുടെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? കമൻസിലിടൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് വീണ്ടും വീണ്ടും നമ്മൾ കേട്ടത് മനസ്സിലാക്കേണ്ടതാണ്. സൂപ്പർ അല്ലേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ? ബാക്കി നമ്മൾ ഇന്ന് വൈകുന്നേരം 6-6:30 നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.